സജോ ഫോളോ ചെയ്തോ. പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ നടപടി പ്രതീക്ഷിച്ചില്ല. നമ്മൾ മറുപടി പറഞ്ഞേനു ഇനിയില്ല. ഇക്ബാൽ ഇനിയും രാഹുലൊപ്പം ഉണ്ടാവുന്നാണ് ഇക്ബാൽ. രാഹുലിനൊപ്പം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന കേസ് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ഇക്ബാൽ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ പ്രതികരിച്ചത്. രാഹുലിന് പാലക്കാടിലെ MLA ആണല്ലോ. ഗൂഗിൾ അവിടെയുണ്ട്. ഗൂഗിൾ പ്രവർത്തകരിപ്പോ പുറത്താക്കിയാലും പാർട്ടി ഞങ്ങളുടെ MLA അല്ലേ, പാലക്കാടിന്റെ MLA അല്ലേ എന്നാണ് കൂടെയുള്ളവരുടെയും മറുപടി. പാർട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇക്ബാൽ ഇപ്പോൾ നൽകിയിട്ടുള്ള ഈ സംരക്ഷണം എന്ന് പറയുന്നത് പാലക്കാട് MLA എന്ന രീതിക്ക് നൽകിയെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇക്ബാൽ വ്യക്തമാക്കുന്നത്. ഗൂഗിൾ എന്താണ് പ്രവർത്തകർ പറയുന്നത്? കൂടെയുള്ളവർ അവരെന്തോന്നാലും രാഹുലിനൊപ്പം തന്നെ അല്ലേ? അതായത് KSUവിന്റെ ജില്ലാ ഭാരവാഹിയാണ് രാഹുലിനൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇത് സംബന്ധിച്ച് രാഹുലിനെ പാർട്ടി പുറത്താക്കിയ ഒരു MLAയോടൊപ്പം എങ്ങനെ എത്തി, എന്താണ് എത്തിയത്, ഇതാണോ ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് എന്നുള്ള വിവിധ ചോദ്യങ്ങൾ ചോദിച്ചു. അതിനൊന്നും തന്നെ ഇക്ബാൽ എന്നാണ് അദ്ദേഹം മറുപടി ഒന്നും തന്നെ പറയാതെ നിൽക്കുകയാണ്. രാഹുലിനെ പാലക്കാട് MLA എന്നുള്ള രീതിയിൽ സംരക്ഷണം ഒരുക്കി എന്നുള്ളതാണ് പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രതികരണവും ഇക്ബാലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതായത് KSUവിന്റെ ജില്ലാ ഭാരവാഹിയാണ് ഇക്ബാൽ ഇന്ന് ആണ് രാഹുലിനൊപ്പം ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് അപ്പോൾ MLA പാലക്കാടിന്റെ എന്തുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാൾക്ക് സംരക്ഷണം ഒരുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിൽ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. അത് സ്വാഭാവികമായും പാർട്ടി നേതൃത്വം പാർട്ടി തള്ളിയ ഒരാളോടൊപ്പം ആണ് KSUവിന്റെ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ ഭാരവാഹിയായിട്ടുള്ള ഇക്ബാൽ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചോദിച്ചു, പക്ഷെ അദ്ദേഹം ഒന്നും പറയാൻ തയ്യാറല്ല. ഇനി ഈ MLA ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് ഇനി പ്രതികരണം ഒന്നും പറയാനില്ല എന്നുള്ളതാണ് രാഹുലിനൊപ്പം ഉള്ളവരുടെയും പ്രതികരണം, അല്ലെങ്കിൽ അതാണ് അവരുടെ മനോഭാവം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ഈ വിഷയത്തിലെ കുറിച്ചോ ഈ പരാതി വന്നതിനെ കുറിച്ചോ ഒന്നും രാഹുലിനെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് പ്രതികരണങ്ങളോ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ഇന്ന് പറയാനില്ല എന്ന് പറഞ്ഞ് രാഹുൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. തനിക്കെതിരെയുള്ള കാര്യങ്ങളും തനിക്ക് അനുകൂലമായ കാര്യങ്ങളും കോടതിയിലുണ്ടല്ലോ എന്നുള്ളൊരു മറുപടി മാത്രമാണ് രാഹുൽ ഇന്ന് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് അധികം തരത്തിലുള്ള ഒരു പ്രതികരണം രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. കൃത്യമായി പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു, അതിനൊന്നും തന്നെ ഒരു മറുപടി രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതും നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു വസ്തുതയാണ്. ഇപ്പോൾ MLA ഓഫീസിലാണ് രാഹുൽ ഉള്ളത്. രാഹുൽ ഇന്നൊരു പ്രതികരണത്തിന് സാധ്യതയില്ല. കാരണം നമ്മൾ ഇത്രയും ചോദിച്ചു ഇട്ട് പറയാത്ത ഒരാൾ ഇനി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. ഏതായാലും രാഹുലിന്റെ യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇനി കൂടുതലായി നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ വരും ദിവസങ്ങളിലോ വരും സമയങ്ങളിലോ ഒക്കെ തന്നെ അദ്ദേഹം മറുപടി പറയുമോ എന്നുള്ളതും കൂടിയുണ്ട്. പക്ഷേ ഇത്രയും ദിവസം ഏകദേശം ഒരു 13 ദിവസമായി പാലക്കാടിന്റെ MLA പാലക്കാട് ജില്ലയിലില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ആണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാഹുൽ എവിടെയായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. തിങ്കളാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുമോ? കാരണം രണ്ടാമത്തെ കേസിൽ രാഹുലിന് ജാമ്യം ലഭിച്ചത് ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ്. തിങ്കളാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുമെന്നുള്ള വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ആ രീതിയിൽ ആ വ്യവസ്ഥ പാലിച്ച് തിങ്കളാഴ്ച ഹാജരാകുമോ എന്നുള്ള ചോദ്യത്തിനും രാഹുൽ യാതൊരു തരത്തിലുള്ള മറുപടിയും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. യാതൊരു തരത്തിലും എന്തായാലും തനിക്ക് പറയാനുള്ളതും തനിക്കെതിരെ പറഞ്ഞതുമൊക്കെ കോടതിയുടെ മുമ്പിലുണ്ട്. സത്യം ജയിക്കുമെന്ന ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ഇതിൽ കൂടുതലൊന്നും ഇന്ന് പറയാനില്ല എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം.